തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടത് പക്ഷത്തേക്കാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും ഇടതുപക്ഷത്തേക്ക് ചായുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ധാരാളമുണ്ട് കാര്യങ്ങൾ. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തലസ്ഥാന നഗരം ആർജിച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകണം. പ്രായം കുറഞ്ഞ മേയറാണ്, കാര്യക്ഷമതയില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്നുവെങ്കിലും ചില കോണുകളിൽ നിന്ന് വളരെ മികവുറ്റ ഭരണമാണ് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ തിരുവനന്തപുരത്തിന് സമ്മാനിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വൻ ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി തിരികെ വീണ്ടും അധികാരത്തിലെത്തും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഓരോ വോട്ടർമാരും. നമ്മൾ ഈ പറഞ്ഞ് വരുമ്പോൾ ചോദിക്കും, ഇവനൊരു അന്തംകമ്മി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലേ അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിരുന്നു. ധാരാളം ആളുകളെ കണ്ടിരുന്നു, ധാരാളം പേരെ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകളെ കണ്ടിരുന്നു. അവരൊക്കെ പറയുന്നത് വലിയ സ്ത്രീ സുരക്ഷാ പ്രാധാന്യം, ക്ഷേമ പെൻഷൻ, ലൈഫ് പദ്ധതി അനുസരിച്ചുള്ള വീടുകൾ, ഒരു ചെറിയ സഹായമെങ്കിലും എത്താത്ത വീടുകൾ കേരളത്തിലില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലില്ല, കോർപ്പറേഷൻ പരിധിയിലില്ല എന്ന് ഉറച്ചു പറയുന്ന ആളുകളാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ. സ്ത്രീകളുടെ കാര്യം എടുത്ത് പറയണം. സ്ത്രീ സുരക്ഷ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സ്ത്രീകൾ പറയുന്നത്. നമുക്ക് ആദ്യം ഒരു സാധാരണ സ്ത്രീയുടെ സംഭാഷണത്തിൽ നിന്ന് വാർത്തയിലേക്ക് കടക്കാം. പാളയത്ത് കാറ്റ് എങ്ങോട്ടാണ്? പാളയത്ത് കാറ്റ് ഇടത് സൈഡിലേക്കാണ്. LDF ആണ്. സ്ഥാനാർത്ഥി എൻ്റെ വീട്ടിലും വന്നിരുന്നു. എൻ്റെ വീട്ടിലെ പരിസരത്തോളം ഉള്ളവരെല്ലാവരും തന്നെ സ്ഥാനാർത്ഥി വന്നത് വളരെ ഒരു ആഹ്ലാദത്തോടെയാണ് കണ്ടത്. കാരണം സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞതനുസരിച്ച് സ്ഥാനാർത്ഥിയുടെ അച്ഛൻ ഒരു അഡ്വക്കേറ്റും നോട്ടറിയും വഞ്ചൂർ കോടതിയിലെ, അദ്ദേഹം സൗജന്യമായിട്ട് നിയമസഹായം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിയമസഹായം ഇപ്പോഴും സ്ഥാനാർത്ഥി തുടരുന്നു. സ്ഥാനാർത്ഥി വഞ്ചൂർ കോടതിയിലെ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റാണ്. അപ്പോൾ ഈ നിയമസഹായത്തോടൊപ്പം സ്ഥാനാർത്ഥി വഞ്ചൂർ കോടതിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതെല്ലാം തന്നെ നമ്മുടെ വാർഡിലുള്ള സ്ത്രീകൾക്ക് പോസിറ്റീവായിട്ട് വരും. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചാണെങ്കിൽ 90,000-ലധികം പേര് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 591 പേരാണ് അതിദരിദ്രരായിട്ടുള്ള പട്ടികയിൽ കണ്ടെത്തിയത്. അതിൽ 339 പേരെ ഫ്ലാറ്റ് കൊടുത്ത് സംരക്ഷിച്ചു. 59 പേർക്ക് വീടും സ്ഥലവും ഭൂമിയും കൊടുത്തു. പിന്നെ 50ഓളം പേർക്ക് വീട് പുനരുദ്ധരിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു. ഒരു 16 പേർക്ക് പിന്നെ കെയർ ഹോമുകളിലാക്കി. കാരണം അവർക്ക് വീടോ മറ്റോ അനുവദിച്ചാൽ തന്നെ വീട്ടിൽ കഴിയാനുള്ള ഒരു ആരോഗ്യപരമായിട്ട് കഴിയാത്തവരാണ്. അത്തരത്തിലുള്ള വലിയ ഒരു വികസന പ്രവർത്തനമാണ് നടത്തിയത്. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് 400-ലധികം റോഡുകളെ സ്മാർട്ടാക്കി. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഈ വികസന പ്രവർത്തനങ്ങളും ഈ ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ പാളയം വാർഡിൽ ഇടതുമുന്നണിക്ക് വോട്ടായി മാറുമോ? ഇടതുമുന്നണിക്ക് വോട്ടായി മാറണം. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും 1957 EMS ഗവൺമെൻറ് ഭരണത്തിൽ വന്ന അന്ന് തൊട്ട് ഓരോ കാലഘട്ടം എടുത്താലും LDFിൻ്റെ സമയത്ത് മാത്രം വികസനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. 80കളിൽ നായനാരുടെ സമയത്താണ് ആദ്യമായിട്ട് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്നത്. അന്ന് 45 രൂപയാണ്. ആ 45 രൂപ ഓരോ സമയത്ത് LDF വരുമ്പോഴും 45 60-ആയും 60 80-ആയും 80 120-ആയും വർദ്ധിച്ചു. അത് LDFിൻ്റെ കാലത്ത് മാത്രം. ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ മുനയൊടിക്കുന്ന തരത്തിൽ വികസനം ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ? ആളുകൾ മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലിരിക്കുന്ന മാധ്യമങ്ങളാണ്. ചാനലുകളുടെ ഒരു സപ്പോർട്ട് LDFിന് കുറവാണ്. അത് ആണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിലെത്തിക്കുക. ഈ എല്ലാ ആൾക്കാരും ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കുറേയേറെ ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട്. കുറേയേറെ ആൾക്കാരെ കടുത്ത രാഷ്ട്രീയം മാത്രം വച്ച് പുലർത്തുന്നവരാ ഇത് മനസ്സിലാക്കാതിരിക്കുന്നത്. മനസ്സിലാക്കാത്തതല്ല, തിരുവനന്തപുരം ഇടതുമുന്നണിക്ക് ആകാനേ സാധ്യതയുള്ളൂ. കേട്ടല്ലോ, കൃത്യമായി ആ വോട്ടർ കാര്യങ്ങൾ പറയുന്നു. ഇത് പാളയം വാർഡിൽ നിന്നാണ് ഞാൻ ഈ അഭിമുഖം തയ്യാറാക്കിയത്. പാളയത്ത് അഡ്വക്കേറ്റ് റീന വില്യംസ് ആണ് മത്സരിക്കുന്നത്. റീന വില്യംസിന്റെ പിതാവ് അഡ്വക്കേറ്റ് വില്യംസ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അറിയാം. പാളയത്തും ബേക്കറി ജംഗ്ഷനും ഒക്കെയുള്ള അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും സൗജന്യ നിയമസഹായം ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയാണ് വില്യംസ് സാർ. വില്യംസ് സാറിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. വില്യംസ് സാറിൻ്റെ
മാതാപിതാക്കളും അവരുടെ തലമുറ ഒരു 5ാം തലമുറയാണ് ഇപ്പോഴുള്ളത്. അവരുടെ അടുത്ത തലമുറയും പാളയത്ത് തന്നെയാണ്, കുടുംബ വീടും ഒക്കെ അവിടെ തന്നെയാണ്. മുമ്പ് റൊട്ടിക്കടയായിരുന്ന ബേക്കറി ജംഗ്ഷന് റൊട്ടിക്കട എന്ന പേരിൽ നിന്ന്, മലയാളം പേരിൽ നിന്ന് ബേക്കറി ജംഗ്ഷൻ എന്ന പരിവർത്തനം ഉണ്ടാക്കിയത് ഈ വില്യം സാറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ്. അവരൊന്ന് ചെറുപ്പമാണ്, കൗമാരകാലം. അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മുണ്ടിൽ നിന്ന് പാൻസും ഷർട്ടും ഒക്കെ ധരിച്ച് അങ്ങനെ നവീന യുഗത്തിലേക്ക് മാറുന്ന ചെറുപ്പക്കാർ. അവർക്ക് ഒരു കൗതുകം തോന്നി, നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചല്ലേ, നമ്മുടെ നാടിന് എന്തിന് റൊട്ടിക്കടമൊക്കെ, നമുക്കൊരു ബോർഡ് വയ്ക്കാം ബേക്കറി ജംഗ്ഷൻ എന്ന്. അങ്ങനെ അവർ കൂട്ടുകാർ ചേർന്ന് ബേക്കറി ജംഗ്ഷൻ എന്ന ബോർഡ് അവിടെ സ്ഥാപിച്ചു. പിന്നീട് റൊട്ടിക്കട മുക്കെന്നൊക്കെ ഇപ്പോഴും ചില ആളുകൾ പറയുമെങ്കിലും പൊതുവെ ആ സ്ഥലം അറിയപ്പെടുന്നത് ബേക്കറി ജംഗ്ഷൻ എന്ന് തന്നെയാണ്. ഈ ബേക്കറി ജംഗ്ഷനിലൂടെ കടന്നു പോകാത്ത മലയാളികൾ, കേരളീയർ ചുരുക്കമായിരിക്കും. അങ്ങനെ അത്രമാത്രം ഈ സ്ഥലവുമായി അടുപ്പമുള്ള വ്യക്തിയാണ് വില്യം സാർ. ഇപ്പോൾ വില്യം സാറിൻ്റെ മകളായ അഡ്വക്കേറ്റ് റീന വില്യംസ് ആണ് പാളയത്തെ സ്ഥാനാർത്ഥി. പാളയത്തെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വിശേഷങ്ങൾ ഞങ്ങൾ നേരത്തെ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. വളരെ വലിയ സ്വീകാര്യതയാണ് റീനയ്ക്ക് ലഭിക്കുന്നത്. അതുപോലെ അവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഷേർലി, അതുപോലെ റിബൽ സ്ഥാനാർത്ഥിയുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയുണ്ട്, BJPക്ക് സ്ഥാനാർത്ഥിയുണ്ട്. ബന്ധുത്വ ബലത്തിലൊക്കെ മത്സര രംഗത്തേക്ക് എത്തിയ ആളുകളാണ് ഇവർ. യഥാർത്ഥ പ്രവർത്തകർക്കൊന്നും അവിടെ സീറ്റ് കൊടുത്തിട്ടില്ല എന്ന വിമർശനം കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് അളന്നു നോക്കുമ്പോഴാണ് പാളയം എന്ന ഹൃദയഭാഗം, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗം ഇടത് മുന്നണി ഉറപ്പിക്കുന്നത്. അതുപോലെ മറ്റ് സമീപ വാർഡുകളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളും കോവളം നിയമസഭാ മണ്ഡലത്തിലെ 4 വാർഡുകളും ചേരുന്ന 101 വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പോഴത്തെ നിലവിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വരും. ചില ആളുകൾ ചില പ്രചരണങ്ങളും നുണകളും ഒക്കെ പടച്ചുവിടുന്നുണ്ട്. അതൊന്നുമല്ല വാസ്തവമെന്ന് ചെന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി മറ്റൊന്ന്, ഈ സ്ത്രീ സുരക്ഷ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖ, അവർ എന്തു സ്ത്രീ വിരുദ്ധതയാണ് എഴുതി വിടുന്നത്, എന്തുമാത്രം സ്ത്രീ വിരുദ്ധതയാണ് അവർ പറയുന്നത്. മുമ്പ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ആ ഉദ്യോഗസ്ഥയായിരുന്ന അവരുടെ നീക്കങ്ങളും അവരുടെ വാക്കുകളുമൊക്കെ നമ്മൾ മലയാളികൾ വളരെ ഇങ്ങനെയൊക്കെ ആണോ സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ ഇവർ പറയുമോ എന്നൊക്കെ ചിന്തിച്ചു പോയതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പിന്തുണ കൊടുക്കുന്നത് പോലെയാണ്. ഇതുവരെ ഈ അതിജീവിത എവിടെ പോയിരുന്നു, ഇപ്പോഴെന്തിനാണ് മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കുന്നത് എന്ന തരത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് R. ശ്രീലേഖ രംഗപ്രവേശനം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ. അതിൽ നിന്ന് 2 രാഷ്ട്രീയ കാര്യങ്ങളാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, BJPയും കോൺഗ്രസും തമ്മിൽ ഒരു അണ്ടർഗ്രൗണ്ട് ബന്ധമുണ്ട്. കോൺഗ്രസ് നേതാക്കളെ അങ്ങനെ താറടിച്ച് കാണിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന തരത്തിലാണ് ശ്രീലേഖയുടെ പ്രതിരോധം. അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത അഡ്വക്കേറ്റ് റീനയിലേക്ക് തന്നെ വരാം, പാളയം ഹൃദയഭാഗത്തേക്ക് തന്നെ വരാം. ഒരു സാധാരണ സ്ത്രീയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വരും മറ്റു പാർട്ടികൾ, എതിർ പാർട്ടികൾ. അത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്തും അത് നടക്കില്ല എന്നുള്ള കാര്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ LDF ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവിടെ നടന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ LDF ഇവിടെ ജയിക്കില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. LDF തീർച്ചയായിട്ടും ജയിച്ചിരിക്കും പാളയത്ത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. സ്ഥാനാർത്ഥി കൊള്ളാം, പുതിയ ഒരാളാണ്, പിന്നെ അഡ്വക്കേറ്റാണ്. അപ്പോൾ പുതിയ ഒരു സ്ഥാനാർത്ഥി, ചെറുപ്പക്കാർ വരട്ടെ. ഇതുവരെയൊക്കെ കുറേ പ്രായമുള്ളവരൊക്കെ അല്ലേ നിന്നത്. ചെറുപ്പക്കാർ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത എന്തായാലും പാളയത്തിന് കിട്ടാതിരിക്കില്ല. നല്ല രീതിയിലൂടെ പ്രവർത്തിക്കാൻ കഴിയും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇപ്പം വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തി തീർക്കാനുണ്ട്. ഈ പുതിയ വികസനം വരുന്നതോടൊപ്പം പുതിയ സ്ഥാനാർത്ഥിയും നമുക്ക് പ്രയോജനപ്രദമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേട്ടല്ലോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കുന്നതല്ല, അവിടുത്തെ സ്ത്രീജനങ്ങൾ പറയുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ തിരുവനന്തപുരത്ത് ഇടതുമുന്നണി അധികാരം നിലനിർത്തും, ഇടത് കോട്ടയായി തിരുവനന്തപുരം തുടരുമെന്ന് അവിടുത്തെ വോട്ടർമാർ തന്നെ പറയുന്നു. മറ്റ് BJPയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾക്കെതിരെ അവിടെ ക്ഷേമ പെൻഷൻ വാങ്ങിയ ആളുകൾ, അതുപോലെ ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടിയ ആളുകൾ, അവരൊക്കെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സ്വീകരിച്ച വ്യക്തികളൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ
പ്രചരണത്തിൽ പങ്കാളികളാകുന്നു. ഇടതുമുന്നണി നേതാക്കളോടൊന്നും അവർ ചോദിക്കുന്നില്ല. അവർ വീട് വീടാന്തരം കയറി അവരുടെ ബന്ധുക്കളോടൊക്കെ പറയുകയാണ് ഇക്കുറി വോട്ട് ഇടതുമുന്നണിക്ക് കൊടുക്കണം, LDF സ്ഥാനാർത്ഥിക്ക് കൊടുക്കണം, കാരണം അവർ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ആ സഹായങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ത്രികോണ മത്സരവും അതുപോലെ തന്നെ വീറും വാശിയുമുള്ള മത്സരവും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിൽ കാൻഡിഡേറ്റിൻ്റെ ഗുണവും കാൻഡിഡേറ്റിൻ്റെ ജനങ്ങളുമായുള്ള ബന്ധം, അതുപോലെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മികവ്, അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇടത് സർക്കാർ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, തിരുവനന്തപുരം നഗരം ഇടതുമുന്നണിയെ കൈവിടുകയില്ല എന്ന ഉറപ്പാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വോട്ടർമാരിൽ നിന്നും ലഭിച്ചത്.